പാപ്പയുടെ വേഷത്തിൽ AI ചിത്രം പങ്കിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വ്യാപക വിമർശനം ഉയരുകയാണ് പല കോണുകളിൽ നിന്നും. വൈറ്റ് ഹൗസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലും ചിത്രം പങ്കുവച്ചിട്ടുണ്ട്. ട്രംപിന്റെ നടപടി ബാലിശമെന്നാണ് KCBC പ്രതികരിച്ചത്. ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടുകളോട് യോജിപ്പില്ലാത്ത ആളാണ് ട്രംപ്. കത്തോലിക്ക സമൂഹത്തിന് പ്രതിഷേധമുണ്ടെന്നും KCBC വക്താവ് ഫാദർ തോമസ് തറയിൽ പറഞ്ഞു. ലോകാരാധ്യമായ പാപ്പാ സ്ഥാനത്തെ എത്ര ലാഘവത്തോടെ അദ്ദേഹം അത് കാണുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് വേദനാജനകമാണ് വാസ്തവത്തിൽ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയ ഒരു ലോക നേതാവ് ഇങ്ങനെയുള്ള ഒരു പ്രതികരണം ആദ്യം അദ്ദേഹം ഒരുപക്ഷെ തമാശ രൂപേണയായിരിക്കാം പാപ്പ ആയാൽ കൊള്ളാം എന്നുള്ള ഒരു സംഭാഷണ മധ്യേ അങ്ങനെ പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ വീണ്ടും ഇങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോപ്പിൻ്റെ ആ രീതിയിൽ തൻ്റെ ചിത്രം അത് അദ്ദേഹം അറിയാതെയൊന്നും അല്ല അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഒരു ബാലിശമാണെന്ന് തന്നെ പറയണം. ചെയ്യാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും നമുക്കതിനകത്ത് പ്രയാസമുണ്ട്, പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകളോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നിരിക്കില്ല. പല കാര്യങ്ങളിലും അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള വിയോജിപ്പുകളെയൊക്കെ പ്രകടിപ്പിക്കേണ്ടത് ഈ രീതിയിലല്ല. കുറച്ചുകൂടെ മാന്യമായ രീതിയിലുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാം. നിശ്ചയമായിട്ടും എല്ലാവർക്കും എല്ലാം യോജിക്കണമെന്നില്ല. പക്ഷേ ആ വിയോജിപ്പുകളെ വെളിച്ചത്തിൽ ഇങ്ങനെയുള്ള ഒരു തരംതാണ രീതിയിലുള്ള തരത്തിൽ പ്രതികരിച്ചത് ഒരിക്കലും ശരിയായില്ല. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പാപ്പാ സ്ഥാനമെന്ന് പറയുന്നതും പാപ്പ എന്ന് പറയുന്നതും ഈ ഭൂമിയിലെ സഭയുടെ ദൃശ്യ തലവനാണ്, ക്രിസ്തുവിൻ്റെ വികാരിയാണ്, പത്രോസിൻ്റെ പിൻഗാമിയാണ്, സാർവത്രിക സഭയുടെ തലവനാണ്. അപ്പോൾ അത്തരത്തിൽ കത്തോലിക്ക സഭ ആരാധനയോടെ ആദരവോടെ കാണുന്ന ഒരു സ്ഥാനം. പക്ഷേ സഭ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെ കാണുന്നൊരു സ്ഥാനം. അതിനെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ അടക്കമുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പലവിധ മീമുകളുമൊക്കെ പങ്കുവയ്ക്കുന്ന ആളാണ്. പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളാകുമ്പോൾ വൈകാരിക തലത്തിൽ ആളുകൾ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു കഴിഞ്ഞ ദിവസം എനിക്ക് മാർപ്പാപ്പയാകാനാണ് എൻ്റെ ആഗ്രഹം, അതാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇന്നിപ്പോൾ ഒരു AI ചിത്രം വരികയാണ്. അത് സ്വാഭാവികമായിട്ട് മറ്റൊരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരോ ഒക്കെ പങ്കുവെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാണാം. പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പേജിൽ തന്നെ അദ്ദേഹം തന്നെ പങ്കുവെക്കുകയാണ്. അതേ ദിവസം ഒരു 3 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു ചിത്രം അദ്ദേഹം തൻ്റെ സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. അതിനും മുൻപാണ് മാർപ്പാപ്പയാകാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശം വന്നത്. സമ്മിശ്രമായൊരു പ്രതികരണമാണ് പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അതിന് ശേഷവും അതിന് മുൻപും ട്രംപിൻ്റെ പല നടപടികളും അല്ലെങ്കിൽ പല നീക്കങ്ങളും ഇത് ഗൗരവത്തിലുള്ളതാണോ അതോ തമാശ കലർന്ന ഒന്നാണോ, കോമിക്കാണോ എന്നൊക്കെ നമ്മൾ പല ആളുകളും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ട്രംപ് മാർപ്പാപ്പയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള അഭിപ്രായം പങ്കുവയ്ക്കുകയും അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ വേഷത്തിൽ ഒരു നിർമ്മിത ബുദ്ധി ചിത്രം നിർമ്മിച്ച് അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം ചില ആളുകൾ പറയുന്നത് അതിനെ ഗൗരവമായി കാണേണ്ട ഒന്നല്ല എന്നാണ്. കാരണം നമുക്കറിയാം, മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വത്തിക്കാനിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഔദ്യോഗിക ഡ്രസ് കോഡ് ഇല്ലാതെയാണ് അതിൽ പങ്കെടുത്തത്. സാധാരണ ഇതിലൊരു നീല സ്യൂട്ട് തരത്തിലുള്ള വസ്ത്രമാണ് പൊതുവിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ പലപ്പോഴും കണ്ടത് ആ ഒരു വസ്ത്രവിധാനം ഇല്ലാതെയാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതേസമയം മുൻപ് KCBC വക്താവ് പറഞ്ഞതുപോലെ കാലം ചെയ്ത ഒരു മാർപ്പാപ്പയെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണോ ഡൊണാൾഡ് ട്രംപ് പങ്കുവെച്ചത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെയും കുറ്റം പറയാനായില്ല. പക്ഷേ ട്രംപിൻ്റെ ഒരു രീതികൾ അനുസരിച്ച് അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. അതായത് ഏതൊരു കാര്യത്തെയും ചില സമയങ്ങളിലെങ്കിലും നിസ്സാരമായി കാണുന്ന തരത്തിലുള്ള ഒരു മനോഭാവം അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലൊരു മനോഭാവത്തിൻ്റെ പ്രകടനമായിരിക്കാം ട്രംപ് നടത്തിയത്. പക്ഷേ ചില ആളുകൾക്കെങ്കിലും അത് വേദന സമ്മാനിക്കുന്നുമുണ്ട്. കാരണം ലോകത്തിലെ ക്രൈസ്തവരുടെ തലവനാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത്. കാലം ചെയ്ത ഒരു മാർപ്പാപ്പയെക്കുറിച്ച് അദ്ദേഹം കാലം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലൊരു ചിത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് എത്തുമ്പോൾ ഏറെ ആളുകൾക്ക് അത് വേദന ഉണ്ടാക്കുന്നുമുണ്ട്. അത് KCBCയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ ലഭ്യമാണ്.